KTU 2019 സ്കീം CS S7 AI മൊഡ്യൂൾ 1 തിയറിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന റിയാക്ട് ചെയ്യുന്ന ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു റോബോട്ടിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് എന്ത് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ AIയിൽ പഠിക്കുന്ന രണ്ട് അപ്രോച്ചസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് ആക്ടിങ് ഹ്യൂമൻലി ഓർ ട്യൂറിംഗ് ടെസ്റ്റ് അപ്രോച്ച്. സെക്കൻഡ് വൺ തിങ്കിങ് ഹ്യൂമൻലി ഓർ കോഗ്നേറ്റീവ് മോഡലിംഗ് അപ്രോച്ച്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂറിംഗ് ടെസ്റ്റ് അപ്രോച്ചാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറുണ്ട്. ഈ മെത്തേഡിൽ നമ്മൾ ഒരു റൂമിൽ രണ്ടുപേരെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഒന്ന് ഹ്യൂമൻ ബീയിങ്ങും മറ്റേത് റോബോട്ടായിരിക്കും. ദെൻ പുറത്തുനിന്ന് ഒരു ഇൻവെസ്റ്റിഗേറ്റർ വന്നിട്ട് അയാളെ ഐഡൻറ്റിഫൈ ചെയ്യണം, ഇതിൽ ഹ്യൂമൻ ബീയിങ് ഏതാണ് റോബോട്ട് ഏതാണെന്ന്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ റോബോട്ട് ഹ്യൂമൻ ബീയിങ് ചിന്തിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ തിരിച്ച് ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് ഇൻവെസ്റ്റിഗേറ്ററിന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അതായത് ഹ്യൂമൻ ബീയിങ് ഏതാണ് അല്ലെങ്കിൽ റോബോട്ട് ഏതാണെന്നുള്ളത്. അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഈ ടെസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്യൂറിംഗ് ടെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്തതാണ് തിങ്കിങ് ഹ്യൂമൻലി അഥവാ കോഗ്നിറ്റീവ് മോഡലിംഗ് അപ്രോച്ച്. ഇതിൽ ഹ്യൂമൻ ബീയിങ് ചിന്തിക്കുന്ന പോലെ തന്നെ റോബോട്ടും ചിന്തിക്കണം, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് ആക്ട് ചെയ്യുന്ന പോലെ തന്നെ റോബോട്ടും എന്ത് ചെയ്യണം ആക്ട് ചെയ്യണം. ഈ അപ്രോച്ചിനാണ് നമ്മൾ എന്ത് പറയുന്നത് കോഗ്നിറ്റീവ് മോഡലിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിങ്കിങ് റാഷണലി ആൻഡ് ആക്ടിങ് റാഷണലി ആണ്. റാഷണലി മീൻസ് കറക്റ്റ്, അതായത് നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചിന്തിക്കണം, അതുപോലെ തന്നെ റോബോട്ട് എന്ത് ചെയ്യണം അതിനെ തിങ്ക് ചെയ്യണം. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിളാണ് ഇംഗ്ലീഷ് ടു മലയാളം കൺവേർട്ടറൊക്കെ പോലെ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊരു വേർഡ് പറയാൻ വിചാരിച്ചു, അതിനെ നമ്മൾ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ മീനിങ് തന്നെ, അതായത് അതിൻ്റെ മീനിങ് മാറാതെ തന്നെ വേണം എന്ത് ചെയ്യാൻ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സ് എന്താണോ ചിന്തിക്കുന്നത് അതിനതുപോലെ തന്നെ ആയിരിക്കണം റോബോട്ടും ചിന്തിക്കേണ്ടത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് തിങ്കിങ് റാഷണലി എന്ന് പറയുന്നത്. അടുത്തത് ആക്ടിങ് റാഷണലാണ്. ഹ്യൂമൻ ബീയിങ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വേണം ആക്ട് ചെയ്യാനായിട്ട്, റോബോട്ടും അതുപോലെ കറക്റ്റായി തന്നെ എന്ത് ചെയ്യണം ആക്ട് ചെയ്യണം. അതിനാണ് നമ്മൾ ആക്ടിങ് റാഷണലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് AI ആണ് കേട്ടോ. AI നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, പിന്നെ മെഡിക്കൽ ഡയഗ്നോസിസ്, റോബോട്ടിക്സ്, സോഷ്യൽ മീഡിയ, പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, ഇതിനൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അടുത്ത പേജിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് AI ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഓരോ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളാണ്. അത് ഓരോ ഇയേഴ്സും ആരൊക്കെ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് ഇവോൾവ് ചെയ്തിട്ടുള്ളതാണ് ജസ്റ്റ് വായിച്ചു വിടണം കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫൗണ്ടേഷൻ ഓഫ് AI. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AIയിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ബ്രെയിനിൻ്റെ വർക്കിംഗ് അറിയാനായിട്ട് ന്യൂറോ സയൻസ് യൂസ് ചെയ്യുന്നുണ്ട്, എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയണം, ഫിലോസഫിയൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് AI എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേബിളിൽ തിങ്കിങ് ഹ്യൂമൻലി അല്ലെങ്കിൽ തിങ്കിങ് റാഷണലി, ആക്ടിങ് ഹ്യൂമൻലി ആൻഡ് ആക്ടിങ് റാഷണലി നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ തന്നെ പോയിൻറ്റ്സ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ടേബിൾ എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ഓഫ് ഏജൻറ്റ് ടൈപ്സ് ആൻഡ് ദെയർ പീസ് ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ ഇത് ഓരോന്നും ഏജൻറ്റും അതിൻ്റെ ടൈപ്പുകളും അതിൻ്റെ പീസ് ഡിസ്ക്രിപ്ഷനൊക്കെ എന്താ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചു. അത് തന്നെ കൂടുതൽ എക്സാമ്പിൾസ് ആണ് നമ്മൾ ടേബിളിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഏജൻറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് മെഡിക്കൽ ഡയഗ്നോസിസ് സിസ്റ്റം ആണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്ത് നമ്മൾ ഹെൽത്തി പേഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് കോസ്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും. ഇനി അതിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ, അതൊക്കെ ആയിരിക്കും അവിടെ വരുന്ന എൻവയോൺമെൻറ്റ്സ്. ഇനി ആക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന റിസൾട്ടൊക്കെ നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ആക്ഷൻസ് പെർഫോം ചെയ്യുന്നത്. സെൻസർ എന്ന് നമ്മൾ സെൻസ് ചെയ്യുന്നത് കീബോർഡ് എൻട്രി വഴി അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് വഴിയൊക്കെയായിരിക്കും എന്ത് ചെയ്യുന്നത് സെൻസ് ചെയ്യുന്നത്. അതുപോലെ കുറേ ടൈപ്സ് ഓഫ് ഏജൻസും അതിൻ്റെ പീസ് ഡിസ്ക്രിപ്ഷൻസും ആണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. താഴത്തെ ടേബിളാണെങ്കിൽ ടാസ്ക് എൻവയോൺമെൻറ്റ്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ആണ് കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ കുറച്ചും കൂടെ കൂടുതൽ എക്സാമ്പിൾസ് ആണ് നമ്മൾ ടേബിളിൽ പറഞ്ഞിട്ടുള്ളത്.